നമസ്കാരം. ഗുളികകളുടെയും ഭസ്മങ്ങളുടെയും നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഗുളികകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഗുളികയുടെ യോഗം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷം പൾവറൈസറുകൾ ഉപയോഗിച്ച് പൊടിച്ച് ഈ പൊടി യോഗത്തിൽ പറയുന്ന ഭാവനാദ്രവ്യങ്ങളിൽ നല്ലവണ്ണം അരച്ചെടുക്കുന്നു. ഇങ്ങനെ അരച്ചെടുത്ത മരുന്ന് ഗുളികകളായി രണ്ട് വിധത്തിൽ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഒന്ന്, കൈകൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ ഉരുട്ടി വിപണിയിൽ ഇറക്കുന്നത്. മറ്റൊന്ന്, ഈ അരച്ചെടുത്ത മരുന്ന് നല്ലവണ്ണം പൊളിച്ച് ആവശ്യമായ എക്സിപ്പിയൻസ് എല്ലാം ചേർത്ത് ഗ്രാനുലേഷനും മിക്സിങ്ങും എല്ലാം ശേഷം ബ്ലിസ്റ്റർ ചെയ്ത് പഞ്ചിങ് ആൻഡ് ബ്ലിസ്റ്ററിങ്ങിന് വിധേയമാക്കി വിപണിയിലിറക്കുന്ന പുതിയ കാലത്തിന് അനുസരിച്ചുള്ള ഗുളികകളും ഉണ്ട്. ഇങ്ങനെ രണ്ട് നിലയിലാണ് ഗുളികകൾ ഉണ്ടാക്കി വരുന്നത്. ഇവയൊക്കെ തന്നെ അവയുടെ നിർമ്മാണത്തിന് ശേഷം ഏതു മരുന്നിനുമെന്ന പോലെ വിശദമായ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിൻ്റെ പരിശോധനകൾക്ക് വിധേയമാക്കുകയും പരിശോധനകളിൽ നിന്ന് അതിൻ്റെ എല്ലാ ഗുണമേന്മയും ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നാം വിപണിയിലിറക്കുന്നത്. ഭസ്മമാണെങ്കിലും ഗുളികയിൽ പറയുന്നത് പോലെ തന്നെ ഏത് ഭസ്മമാണോ ഉണ്ടാക്കുന്നത് അതിന് യോഗം നിർദ്ദേശിക്കുന്ന ഭാവനാദ്രവ്യങ്ങളിൽ നല്ലവണ്ണം അരച്ച് അരവിന് ശേഷം ഇവയെ ചക്രികകളാക്കുന്നു. ചക്രികകൾ ചെറിയ ചെറിയ ചക്രികകളാക്കി വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കി ഉണക്കം പാകമായാൽ അവയെ പുടം ചെയ്യുന്നു. പഴയ കാലങ്ങളിൽ ചാണക വരളിയൊക്കെ ഉപയോഗിച്ച് വലിയ ടെമ്പറേച്ചറിൽ പുടം ചെയ്തിരുന്നത് ഇന്ന് കാലത്തിൻ്റെ വളർച്ചയിൽ അത് പുടം ഫർണസുകളിലേക്ക് മാറ്റം ചെയ്യപ്പെടുകയും അതിനുവേണ്ടിയുള്ള വിവിധങ്ങളായ മഫിൾ ഫർണസുകൾ ഇന്ന് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നു. അവയിൽ 600 ഡിഗ്രി 700 ഡിഗ്രി വരെയുള്ള താപനിലയിൽ പുടഭാഗ പ്രക്രിയയ്ക്ക് ഇത്തരം മരുന്നുകൾ വിധേയമാക്കുകയും അങ്ങനെ ഭസ്മീകരണം സാധ്യമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭസ്മങ്ങൾ വിവിധ തരത്തിലുണ്ട്. ഉദാഹരണത്തിന് കാന്തം, ലോഹം തുടങ്ങിയ ഭസ്മങ്ങളൊക്കെ 7 ആവർത്തി 101 ആവർത്തി വരെ ലോഹം 101, അബ്രം 101 തുടങ്ങിയ മരുന്നുകൾ അരിവെതിശാലയ്ക്കുണ്ട്. ഇവയൊക്കെ തന്നെ 3 വർഷം വരെ, അബ്രം 101 ആയാലും ലോഹം 101 ആയാലും 3 വർഷം വരെ പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് വിപണിയിൽ ഇറക്കാൻ സാധിക്കുന്നത്. ഭസ്മങ്ങളിൽ മഹാഭൂരിപക്ഷവും ക്യാപ്സ്യൂളുകളാക്കിയാണ് വിപണിയിൽ ഇറക്കുന്നത്. ക്യാപ്സ്യൂളുകളാക്കുമ്പോൾ ഇത്തരം ഭസ്മം ക്യാപ്സ്യൂൾ സെക്ഷനിൽ പുതിയ നമ്മളെ കാലത്തിൻ്റെ മുന്നേറ്റത്തിനനുസരിച്ച് ബ്ലെൻഡിങ്ങും എൻക്യാപ്സുലേഷനും ഒക്കെ ചെയ്ത് വിപണിയിൽ ഇറക്കുന്നു.